പ്രതികരണം കേൾക്കാവോ? താങ്കൾ കേട്ടാണ്, താങ്കൾ അറിയാവുന്ന ആളാണ്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിങ്ങളുടെ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. ചോദിച്ചു നന്നായി. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി തിരിച്ചു ചോദിക്കുന്നത് എന്താണ് പിഷാർ സിനിമ മേഖലയിൽ വന്ന മറ്റൊരാളാണ്. മാധ്യമങ്ങൾ അന്ന് ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽമാരാർ. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, അഖിൽമാരാർ ഇന്നത്തെ അല്ല നാളത്തെ, നാളത്തെ അല്ല മറ്റന്നാളത്തെ, 2 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞു 2 മാസം കഴിയുമ്പോൾ അഖിൽമാരാർ നിലപാട് മാറ്റാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയും തമ്മിൽ കമ്പയർ ചെയ്യലാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷെ ആ നിലപാട് സത്യത്തിനൊപ്പമാണോ, എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അമ്മ എന്ന് പറയുന്നു അന്ന് നീ മാറ്റി പറയും. DNA ടെസ്റ്റ് നടത്താൻ നിൽക്കുവോ? മംഗലശ്ശേരി മാധവമേനോൻ എന്റെ അച്ഛനാന്ന് പറഞ്ഞ് നീലകണ്ഠൻ നിങ്ങൾ അഹങ്കരിക്കും. മോത്തോക്കി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു. ബൈ ബൈ.